2024 വർഷം കൂടി പടിയിറങ്ങുകയാണ്. ഇപ്പോഴും ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. ഇടയ്ക്ക് കേട്ട് മധ്യസ്ഥ നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ ഈ മോചിപ്പിക്കേണ്ട ബന്ദികളുടെ ലിസ്റ്റ് കൊടുക്കുമെന്നൊക്കെ. അല്ല, അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് സെപ്പറേറ്റ് വേറെ സംസാരിക്കാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർ ചിലർ ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മൾ ഇടയ്ക്ക് ഒരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയ അല്ലെങ്കിൽ വിട്ടയച്ച കുറേ ബന്ദികളുണ്ട്. 251 ബന്ദികളെയാണ് ഇവർ പിടിച്ചത് മൊത്തം. അതിൽ 105 പേരെ കിട്ടിയിരുന്നു. ആദ്യത്തെ ഒരു ട്രൂസ് ഉണ്ടായപ്പോൾ പിന്നെ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഒരു ഒത്തുതീർപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞല്ല, അതിന് മുമ്പത്തെ നവംബറിലുണ്ടായപ്പോൾ 105ഓളം പേരെ വിട്ടിരുന്നു. അപ്പോൾ അത് 96 പേര് ഗാസയിൽ, ഇത് 34 പേര് മരിച്ചു എന്ന് പറയുന്നു. ഒരു 3 പേര് മരിച്ചത് തെറ്റിദ്ധരിച്ച് ഇസ്രയേൽ തന്നെ വെടിവെച്ചു വന്നതാണ്. അതായത് ഇവർ ഓടുന്നു കണ്ടപ്പോൾ ആരാണെന്നറിയാതെ ആർമി അലർട്ട് ആയിരുന്നു, രാത്രിയിലൂടെ രക്ഷപ്പെട്ട് ഓടിയതാണ്. പക്ഷേ ആരാണെന്ന് മനസ്സിലാവാതെ IDFന് നിർഭാഗ്യവശാൽ വെടിവെക്കേണ്ടി വന്നു. മരിച്ചത് 3 ബന്ദികളായിരുന്നു. പിന്നെ വേറൊരു 6 ബന്ദികൾ മരിച്ചത് അവരവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ബന്ദികളുള്ള സ്ഥലത്തേക്ക് IDF എത്തിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച ഹമാസ് ഭീകരന്മാർ 6 ബന്ദികളെ വെടിവെച്ച് കൊന്നിട്ടാണ് രക്ഷപ്പെട്ടത്. പക്ഷേ അവരെ വെടിവെച്ച് കൊന്നു. പക്ഷേ 6 ബന്ദികളുടെ ജീവൻ അങ്ങനെയും പോയിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ബന്ദികളിൽ രക്ഷപ്പെട്ടു വന്ന ആളുകളെ കുറേ വിട്ടു എന്ന് നമ്മൾ കേട്ടു. വിട്ടു എന്ന് പറയുന്നവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് ഇവിടെ ഹമാസിന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ ഒക്കെ മരിക്കുന്നു എന്ന് നിലവിളിക്കുന്നവർ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ, മലയാളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അന്ന് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒക്ടോബർ 7, 2023 കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവിടെ സംഗീത പരിപാടി കണ്ടുകൊണ്ടിരുന്ന പാവം മനുഷ്യരെക്കുറിച്ച്, യുദ്ധമാണെങ്കിൽ നിങ്ങൾ സൈനികരോട് ഏറ്റുമുട്ടേണ്ടത്, നിരപരാധികളെ അല്ലല്ലോ. അത് ചെയ്തു വെച്ചത് ആരാണ്? ഹമാസാണ്. അതിന് തിരിച്ചടി സ്വാഭാവികമായി ഉണ്ടായി. അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ ഇന്നലെയും ഹമാസിൻ്റെ കേന്ദ്രത്തിൽ ആക്രമണം നടത്തി നിരപരാധികളും മരിച്ചിട്ടുണ്ടാവാം, തർക്കമൊന്നുമില്ല. എല്ലാ യുദ്ധങ്ങളിലും മരിക്കുന്നത് നിരപരാധികൾ കൂടി മരിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ രക്ഷപ്പെട്ടു വന്ന ആളുകൾ എന്താണ് ഹമാസിൻ്റെ തടവറയിൽ അനുഭവിച്ചത്? നമ്മളൊരു സംഭാഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ച ചിലർക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, അതൊന്ന് പറയണം. അത് ഐക്യരാഷ്ട്രസഭയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ ആരോഗ്യ വകുപ്പ് ഇവരുടെ അനുഭവങ്ങൾ ചേർത്ത് ഓരോ രക്ഷപ്പെട്ടു വന്ന ഹോസ്റ്റേജസ് ആയിരുന്നവർ, ബന്ദികളായിരുന്നവർ, അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പല പ്രായത്തിലുള്ളവരുണ്ട്, അവരുടെ അനുഭവങ്ങൾ പറയുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പേരുകൾ മറച്ചു വെച്ചിട്ടുണ്ട്. അത് വായിച്ച് സത്യത്തിൽ എനിക്ക് കരയാൻ പോലും തോന്നിയില്ല. മനസാക്ഷി മരവിച്ചു പോകുന്ന വർണ്ണനകളാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും പറഞ്ഞത് അതേപോലെ പറഞ്ഞ് നമ്മുടെ ഈ പുതുവർഷത്തിൻ്റെ ഈ സായാഹ്നത്തിൽ വലിയ വേദന നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ടിൽ ഈ 105 പേരുടെ അനുഭവങ്ങളും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം ഇസ്രായേൽ ഭയങ്കര ഭീകരന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുന്നതാണ്. ഗുജറാത്ത് കലാപം ഉണ്ടായത് സബർമതി എക്സ്പ്രസ്സിന് തീ വെച്ച് അതിനെ തുടർന്ന് ആളുകളെ കൊന്നതിനെ തുടർന്ന് കർഷകരെ, സന്യാസിമാരെ, കുട്ടികളെ, സ്ത്രീകളെയൊക്കെ ജീവനോടെ ചുട്ടുകൊന്നതിൻ്റെ തിരിച്ചടിയായിരുന്നു. പക്ഷേ അത് പറയത്തില്ല. ഗോദ്ര സംഭവം പറയാതെ ഗുജറാത്ത് കലാപം പറയുന്നത് പോലെ ഒക്ടോബർ 7 ഇവർ നടത്തിയ അതിഭീകരമായ നരനായാട്ട്, കുഞ്ഞുങ്ങളെ മുടിക്ക് പിടിച്ചിട്ട് കഴുത്ത് വെട്ടിക്കഴിയുന്നത് നമ്മൾ കണ്ടു. സ്ത്രീകളെ പരസ്യമായി ബലാത്സംഗം ചെയ്ത് പിക്കപ്പ് വാനുകളിൽ ഇട്ടുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് അതിൽ ചവിട്ടുകയും അവരെ തുപ്പുകയും ചെയ്യുന്ന ആളുകളെ കണ്ടു. അതൊക്കെ ശരിയാണ്, അതൊക്കെ സ്വാഭാവികമായ പ്രതികരണമാണ്. ബലാത്സംഗം ശരിയാണ്, അത് സ്വാഭാവികമായ പ്രതികരണം ആണെന്ന് പറയുന്നവരാണ് ഇവർ ഇപ്പോൾ ഇരവാദം ഉയർത്തുന്നത്. അതുകൊണ്ട് ഓർക്കണം. അതുകൊണ്ട് ഇവരോട് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ നെയിം ബൈ നെയിം വേണം പറയാം. പക്ഷേ അത് വല്ലാതെ ആളുകളെ വല്ലാതെ ഉലയ്ക്കും എന്നതുകൊണ്ട് ഞാൻ അത്രയും വിശദാംശങ്ങൾ പോവാതെ അതുകൊണ്ടാണ് 2-3 ദിവസം എടുത്തത്. അത് മൊത്തം ക്രോഡീകരിച്ച് ജനറൽ സ്വഭാവത്തിൽ ഓരോരുത്തരുടെ കാര്യം പറയാതെ ആ സംഭവം എന്ത് പീഡനം എന്ന് മാത്രം പറഞ്ഞിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആദ്യം ചെയ്തെന്തറിയോ? കുറച്ച് ദിവസം കൈയും കാലും കെട്ടി ഇരുട്ടുമുറിയിൽ തള്ളി, ഭക്ഷണം പോലും കൊടുത്തില്ല, വെള്ളം പോലും കൊടുത്തില്ല. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കും, ഇത് മുതിർന്ന ആളുകളെ, കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ, എന്നിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. വലിയ റോഡുകൾ, അയൺ റോഡുകൾ കൊണ്ട് അടിക്കുന്നത് ശരീരമാസകലം, ശരീരത്തിൽ അടി കൊള്ളാത്ത ഇരുമ്പ് കമ്പികൾ
പോലെയുള്ള അത് അല്ലെങ്കിൽ റൂൾ തടി പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് അടിക്കുക എന്നത് ശിരസ് മുതൽ കാൽ വരെ മർദ്ദിച്ച് ഒരു ഇഞ്ച് പോലും മർദ്ദനം വെക്കാത്ത സ്ഥലമില്ല. പിന്നെ ചെയ്തെന്നറിയോ, പിന്നെ അടുത്തൊരു ക്രൂരമായ രീതി, മുടിയുണ്ടല്ലോ, തലമുടികൾ പിഴുതെടുത്തു. തീർന്നില്ല. അതാണ് നമ്മൾ പഴയ ഒരു സിനിമയുണ്ടല്ലോ, എന്താണ് മലയാളത്തിലെ ആദ്യത്തെ 70 mm സിനിമ, പടയോട്ടം. നസീറിൻ്റെ സിനിമ അല്ലേ? നസീറിൻ്റെ സിനിമയ്ക്കകത്തൊരു സീൻ ഞാൻ ഓർമ്മ, അത് വായിച്ചപ്പോൾ ഓർമ്മ, നസീറിനെ ഈ തടവുകാരനായിട്ട് കപ്പലിൽ പിടിച്ചുകൊണ്ട് പോകുന്നു. പിടിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ഇരുമ്പ് കഷ്ണം പഴിപ്പിച്ച് ശരീരത്തിൽ വെച്ചിട്ട് ഒരു ചാപ്പ കുത്തുന്ന സീനുണ്ട്. ഈ ബന്ദികളെ അയൺ ബോക്സ് തേപ്പ് പൊട്ടി പഴിപ്പിച്ച് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മുഴുവൻ പേരുടെയും ശരീരം പൊള്ളിച്ചു. ആലോചിച്ച് നോക്കൂ, ചെറിയ കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് അതിനകത്ത്, അവരെ വരെ തേപ്പ് പൊട്ടി ചൂടാക്കി പൊള്ളലേൽപ്പിച്ചു. അതുകൂടാതെ കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു. മുതിർന്നവർ പീഡിപ്പിച്ചൊന്നു മാത്രമല്ല, കുട്ടികളെ കൊണ്ട് പരസ്പരം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇവരാണ് ഇത്ര ക്രൂരമായി പീഡനങ്ങൾ അനുഭവിക്കുന്നത്. ഇവരാണ് ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി പറയുന്നത് മലാഖമാർ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഹമാസിന് വേണ്ടി കരയാൻ ചില മനുഷ്യരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ മലയാളികൾ കുറേ ആളുകൾ എത്ര നികൃഷ്ടരായിരിക്കുന്നു. നമ്മുടെ ഒരു നേതാവ് ഉണ്ടല്ലോ, എം സ്വരാജ്, അദ്ദേഹം എന്താ പറഞ്ഞത്, ഹമാസ് എന്ത് ചെയ്താലും അത് തെറ്റല്ല, മനുഷ്യരാണ്, അവരിരയായ മനുഷ്യരാണ് ഈ പറയുന്നത്. തീർന്നില്ല, ഇനിയും പറയാനുണ്ട്. എന്നിട്ട് ചില ആളുകൾക്കൊക്കെ മുറിവേറ്റവരെ ഒരു ശസ്ത്രക്രിയ നടത്തി. എങ്ങനെയാണെന്നറിയോ? അനസ്തേഷ്യ ചെയ്യാതെ ശസ്ത്രക്രിയ നടത്തി. കൈയും കുത്തിക്കീറി. കുളിക്കാൻ പലയിടത്തും ഷവറില്ല, ടോയ്ലറ്റില്ല, വെറും മണ്ണിൽ ചെയ്യാൻ പറയും. എന്നിട്ട് അത് വാഷ് ചെയ്യുന്നത് മണ്ണ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അറബി ശീലമുണ്ട് മണ്ണ് കൊണ്ട് ചെയ്യാമെന്നുള്ള. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതെല്ലാം കൊണ്ട് അവസാനം ഭക്ഷണമില്ല. അങ്ങനെ പുരുഷന്മാരുടെ ഭാരം നിങ്ങൾ ആലോചിക്കണം, 8 മുതൽ 15 കിലോ വരെ കുറഞ്ഞു. ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. കുട്ടികൾക്ക് 10 മുതൽ 18% വരെ ഭാരം കുറഞ്ഞു. ഇതുകൊണ്ട് എന്ത് പറ്റും അറിയോ? ഇങ്ങനെ ഭക്ഷണമില്ലാതെ, കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ഭക്ഷണമില്ലാതെ ഇവരെ നരകിപ്പിക്കുമ്പോൾ ഇവരുടെ പ്രതിരോധശേഷി നശിച്ചു പോകും. അവരുടെ മസിലുകൾ തകർന്നു പോകും. മസിലുകൾ ഇല്ലാണ്ടാവും. പിന്നീട് അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ കുടിക്കാൻ വല്ലപ്പോഴും കൊടുക്കുന്ന ഏറ്റവും വൃത്തികെട്ട വെള്ളം, കാനകളിലൂടെ ഒഴുകുന്ന, ആളുകൾ ഡ്രെയിനേജിൽ ഒഴുകുന്ന, പച്ചയ്ക്ക് പറയാം, കക്കൂസിലൊഴുകുന്ന വെള്ളം കുടിക്കാൻ കൊടുത്തു. അങ്ങനെ ഇവർക്ക് വയറിളക്കം, വയറുവേദനയൊക്കെ വന്നു. അങ്ങനെ വയറുവേദന വന്നവരെയും ഓപ്പറേഷൻ ചെയ്തു, അനസ്തേഷ്യ ഇല്ലാതെ. അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അനുഭവിച്ചവരുടെ അവസ്ഥ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തറിയോ? പെട്ടെന്ന് വെടിനിർത്തലിനുള്ള ചർച്ച തുടങ്ങുന്നു വന്നു. അപ്പോൾ വെടിനിർത്തൽ നടത്തി ബന്ദികളെ വിടേണ്ടി വന്നാലോ എന്ന് കരുതിയപ്പോൾ ഇവരെ വിട്ടവർ കഴിഞ്ഞ നവംബറിലെ കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ വിട്ടയക്കേണ്ടി വരും, അതിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ആഹാരം കൊടുത്തു. ആഹാരം കഴിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത് ഡോക്ടർമാരിപ്പോൾ പറയുന്നത്, ഡോക്ടർമാരുടെ റിപ്പോർട്ട് UN കൊടുക്കാനുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഭക്ഷണം ഇല്ലാണ്ട് നരകിച്ച് പട്ടിണി കിടന്നവർക്ക് പെട്ടെന്ന് വലിയ തോതിൽ ഭക്ഷണം നിർബന്ധിച്ച് തിരിക്കാൻ തുടങ്ങി. അത് പിന്നെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ആകെ തകർത്തു. അങ്ങനെ ഇപ്പോൾ 440 ദിവസങ്ങൾ കഴിഞ്ഞു. ഇവർ കുറച്ചുകൂടെ ഭാഗ്യം ചെന്നവരാണ്. ഇത്രയും പീഡനങ്ങൾ കുറച്ച് നാളെ അനുഭവിക്കേണ്ടി വന്നത്. ബാക്കിയുള്ളവരും ഇതേപോലെയുള്ള പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനകത്ത് ഓരോ ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ്, ഓരോരുത്തരും അവരെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് പറയാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കുമില്ല, കേൾക്കാൻ നിങ്ങൾക്കും അതിനുള്ള മനക്കെട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തതെന്നറിയോ? ഇവരെ ഒരുമിച്ചെടുത്തും, എന്നിട്ട് പ്രൊജക്ടർ ഓൺ ചെയ്യും, എന്നിട്ട് സ്ക്രീനിൽ കാണിക്കും. അന്ന് ഒക്ടോബർ 7-ാം തീയതി എങ്ങനെയാണ് ഹമാസ് കൂട്ടക്കൊല നടത്തിയത്, ഇവരുടെ ബന്ധുക്കളെ, ഇവരുടെ ഈ പിടിച്ചുകൊണ്ട് പോയ കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും, അവരെയൊക്കെ കൊല്ലുന്ന സീൻസ് കാണിച്ചു കൊടുക്കും. സ്ക്രീനിൽ കാണിക്കും. ഇങ്ങനെയാണ് ചെയ്തതെന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന കുട്ടികൾക്ക് മാത്രമല്ല, അവർക്ക് ഉറക്കമില്ല, രാത്രി ഞെട്ടിണീക്കുകയാണ്. അവരുടെ ഭക്ഷണശീലം മാറി, അവർക്ക് രുചിയില്ല, അവരാകെ അസ്വസ്ഥരാണ്, ഭയന്ന് നിലവിളിക്കും, ഉറക്കെ കരയും, ഉറക്കെ ചിരിക്കും. മെൻ്റലി ഇവരാകെ തകർന്നു പോയി. അപ്പോൾ ഇത് ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ.
ഇത് കൂടുതൽ പറയാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക. ഈ റിപ്പോർട്ട് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, നിങ്ങൾക്ക് വായിക്കാം. അത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ വായിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ജനുവരി 20 ട്രംപ് വരുമ്പോൾ അതിനു മുമ്പുള്ള ഒരു മോചനം സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ശസ്ത്രക്രിയയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് നെതന്യാഹു പറഞ്ഞിരുന്നു, അന്ന് അദ്ദേഹം മന്ത്രിതലത്തിൽ നമ്മൾ വീഡിയോ പറഞ്ഞു, അവസാനമായി മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ കുറഞ്ഞ സാധ്യതകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്, ബന്ദികളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇനിയും 10-40ഓളം ആളുകൾ, 44 പേരോ മറ്റോ ഉണ്ട്, അവരെ തിരിച്ചു കിട്ടുന്ന അവസ്ഥ അറിയില്ല. പക്ഷേ അവർ ഓരോ ദിവസവും നമ്മളിവിടെ സന്തോഷത്തോടെ ഇന്ന് പുതുവർഷം ആഘോഷിക്കാൻ പോവാണ്. ഇന്ന് അർദ്ധരാത്രി അല്ലേ? അതെ, വളരെ സന്തോഷത്തോടെ പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ പുതുവർഷമാണെന്നതുകൊണ്ട് പ്രത്യേകിച്ച് അവരെ കൂടുതൽ ഭേദ്യം ചെയ്തേക്കും അല്ലേ? അതെ, ഈ പുതുവർഷം നീയൊക്കെ അനുഭവിക്കട എന്ന് പറഞ്ഞ് വീണ്ടും അവരെ അതിക്രൂരമായി ഈ മനുഷ്യരെ, ഈ കുഞ്ഞുങ്ങളെ, ഈ സ്ത്രീകളെ, ഈ പുരുഷന്മാരെ ഇരുട്ട് തടവറയിൽ കിരാതന്മാരായ രാക്ഷസ സ്വഭാവമുള്ള ഈ ഹമാസ് ഭീകരർ എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിക്കാൻ വയ്യ. അവർക്ക് വേണ്ടി നമുക്ക് ഈ പുതുവർഷ സായാഹ്നത്തിൽ അല്ലേ, അതെ, നമുക്ക് ഈ സന്ധ്യയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലേക്ക് 2025 ആദ്യത്തെ നാളുകളിൽ ഒരു പ്രകാശം വരട്ടെ. അവരെ രക്ഷിക്കാൻ നെതന്യാഹുവിനും ട്രംപിനും കഴിയട്ടെ. അതിന് സർവശക്തനായ ഈശ്വരൻ അവരുടെ ഈ സങ്കടങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം രക്ഷപ്പെട്ടു വന്നവർക്ക് സൗഖ്യമുണ്ടാവട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് പുതുവത്സരാശംസ നമ്മൾ നേർന്നിട്ട് വലിയ അർത്ഥമൊന്നുമില്ല അല്ലേ? ഈ രക്ഷപ്പെടട്ടെ. അതെ, ഹമാസ് ഭീകരന്മാർക്ക് ഈ ചെയ്ത പ്രവൃത്തിക്കുള്ള കൂലി അവർക്ക് കിട്ടട്ടെ അല്ലേ? കിട്ടട്ടെ. പക്ഷേ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഹമാസിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ആശംസിക്കുന്ന, പ്രകടനം നടത്തുന്ന ആളുകൾ ഭരണത്തിൽ വരെയുണ്ട്. ഹമാസ് എന്തു ചെയ്താലും അത് ഒരു തെറ്റല്ല എന്ന് പറയുന്ന സ്വരാജുമാർ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.